ഹായ് ഓൾ, നമസ്കാരം. സൗമ്യ ആർട്ട് ഓഫ് കുക്കിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോ ധനുമാസമൊക്കെ ആയില്ലേ? ധനുമാസം ഇപ്പൊ ധനുപ്പത്ത് കഴിഞ്ഞേയുള്ളൂ. ഇനിയിപ്പോ തിരുവാതിര വരാൻ പോണു. അപ്പോ നമുക്കിങ്ങനെ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കണമെന്ന് കാണിക്കണ്ടേ നമ്മുടെ ചാനലിൽ പോയിട്ട്. അപ്പൊ അതാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ, നമുക്ക് 8 തരം കിഴങ്ങുകൾ വേണം. അതിന് പുറമെ ഏത്തക്ക വേണം, പിന്നെ വൻപയർ വേണം. ഞാൻ ഒന്നൊന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് വൻപയർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളിത് മുളപ്പിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാനത് മിഞ്ഞാന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചു. ഇന്നലെ രാവിലെ ഞാൻ എടുത്ത് മാറ്റി. ഇന്നലെ കംപ്ലീറ്റ് ഡേ ഇത് മുളയ്ക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ഇന്നൊക്കെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്ര ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ഏത്തക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനിവിടെ കാവത്ത് എന്നാണ് പറയണത്. അപ്പോൾ ഈ കാവത്തിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ ഇത്രയൊന്നും എടുക്കില്ല, ഒരു ചെറിയ പോർഷൻ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അതായത് നമ്മൾ കിഴങ്ങുകളെല്ലാം ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് കാച്ചില്, അതായത് കാവത്ത് റൂട്ടായിട്ട് വരാം. അതായത് താഴെ അടിഭാഗത്താണ്, ആ ചെടിയുടെ അടിഭാഗത്താണ് കാവത്ത് ഉണ്ടാവുക. ഇത് മോൾ ഭാഗത്ത് വരുന്ന കായയാണത്. ഓക്കെ, ഇതിനാണ് കാച്ചിൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് മധുരക്കിഴങ്ങ്. ഇത് വൈറ്റ് കളറിലും കിട്ടാറുണ്ട്, ഇതുപോലെ റെഡ് കളറായിട്ടും കിട്ടാറുണ്ട്. ഒരു പിങ്കിഷ് കളറാണ് ഇതിപ്പോ. പിന്നെ ചേമ്പ്, നമ്മളെ താളിത്തണ്ട് എന്നൊക്കെ പറയില്ല, അതിന്റെ അടിയിൽ ഉണ്ടാവുന്ന സാധനമാണ് ചേമ്പ്. പിന്നെ ചെറുകിഴങ്ങ് ഇങ്ങനെ വൈറ്റ് കളറിൽ കുറച്ച് വൈറ്റ് കളറായിട്ട് ഇരിക്കുക. ഇതാണ് സാധനം. പിന്നെ അറിയാലോ, കൂർക്ക. പിന്നെ കപ്പ. ഇതൊന്നും ഞാൻ ഈ ക്വാണ്ടിറ്റിയിലല്ല എടുക്കുന്നത്, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ്. എല്ലാം ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റി വരുന്ന രീതിയിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. അതായത് എല്ലാം ഓരോരോ പിടി വരുന്ന രീതിയിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏകദേശം ഒരു 4-5 പേർക്ക് നന്നായി കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടാവും. 1 തേങ്ങ എടുക്കണം. ഒരു തേങ്ങയോ 2 തേങ്ങയോ എടുക്കുക. തേങ്ങ എടുക്കുന്നതനുസരിച്ചിട്ട് കൂട്ടാൻ്റെ ടേസ്റ്റ് കൂടും. പിന്നെ ഞാനിവിടെ 1.5 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 തേങ്ങയും 1.5 ടീസ്പൂൺ ജീരകവും ഞാൻ എടുത്തിരിക്കണേ. നിങ്ങൾക്ക് 2 തേങ്ങ വരെയൊക്കെ എടുക്കാം. അപ്പൊ അതിന് ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ചേന ഒരു ചെറിയ പീസ് ഞാൻ മുറിച്ച് ഇത്രയും തന്നെ എടുക്കുന്നുണ്ട് ഞാനത്. പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ. ഇതിന് പുറമെ മഞ്ഞപ്പൊടിയും കൂടെ വേണം. ഞാൻ അവിടെ എടുത്തു വെക്കാൻ മറന്നുപോയി. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ 8 തരം കിഴങ്ങുകളും ഏത്തക്കയും വൻപയറും, ഞങ്ങളുടെ വെള്ളപ്പയർ എന്നാ പറയണ, വെള്ളപ്പയർ വൻപയർ എന്നൊക്കെ പറയും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അതായത് കിഴങ്ങുകളുടെ പേര് ഞാൻ ഒന്നും കൂടെ മെൻഷൻ ചെയ്യാം. കാവത്ത്, കാച്ചില്, മധുരക്കിഴങ്ങ്, ചേമ്പ്, ചെറുകിഴങ്ങ്, കപ്പ, ചേന, കൂർക്ക. അപ്പം ഇത്രയും കിഴങ്ങുകളാണ് നമ്മൾ എടുത്തത്. അതിന് പുറമെ വാഴയ്ക്ക അല്ലെങ്കിൽ ഏത്തക്ക എടുത്തിട്ടുണ്ട്. നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചുട്ടെടുത്ത ശേഷം തൊലി കളയാണെങ്കിലാണ് ഏറ്റവും എളുപ്പം കേട്ടോ. ഇതിപ്പോ ഞാനിവിടെ ചുട്ടെടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ എടുക്കേണ്ട തൊലി. ചുരണ്ടിയേ വരും അത്. നമ്മള് കാച്ചിലൊക്കെ ശരിക്കും ചുട്ട് കഴിക്കുന്നതാണ്. ചുട്ടിട്ട് നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പണ്ടൊക്കെ അടുപ്പില് ചെയ്തുകൊണ്ടിരുന്ന അടുപ്പിൽ എന്തായാലും വെള്ളമെങ്കിലും വെക്കും കുളിക്കാൻ വേണ്ടിയിട്ട്. സോ ആ സമയത്ത് എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പപ്പടക്കൊല്ല് ഇതിനെ കുത്തിയിട്ട് അതിനകത്തിട്ട് വയ്ക്കും. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഇത്തിരി മുളകരച്ചതും കൂടെ ഉണ്ടെങ്കിൽ, രാവിലെ ഇഡ്ഡലിക്കൊക്കെ മുളകരിക്കില്ലേ, അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ 1.5 ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ നൊസ്റ്റാൾജിയ ആവും. പിന്നെ ഒരുപാട് ചെറിയ പീസായിട്ടല്ല മുറിക്കുക, അത്യാവശ്യം വലിയ പീസസ് ആയിട്ടാണ് മുറിക്കുക. പിന്നെ കഷ്ണം ഇങ്ങനെ ഷേപ്പിൽ മുറിക്കാൻ പാടുള്ളൂ ഒന്നുമില്ല നമുക്ക്. ഇപ്പൊ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഞാനിതിൽ ഓൾറെഡി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏകദേശം ഞാനൊരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങള് കുക്കറിലല്ല ഉണ്ടാക്കണമെങ്കിൽ ഉപ്പ് ഇടണ്ട. കുറെ കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ വൻപയർ വേവിച്ചെടുത്ത ശേഷം ഓൾമോസ്റ്റ് കിഴങ്ങുകളൊക്കെ പകുതി കുക്കായ ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കണം, അതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമില്ല, പെട്ടെന്ന് അത് വെന്തോളും. നമ്മളൊരു 5-6 വിസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് വെന്ത് കിട്ടും. അപ്പൊ ഞാനിതൊരു 6 വിസിൽ വെക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം പുഴുക്ക് കറിയുമ്പോൾ കുറച്ചിങ്ങനെ കുഴഞ്ഞിരിക്കണം, അതാണ് അതിന്റെ ടേസ്റ്റ്. ഇപ്പൊ 6 വിസിലായി, നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിന്റെ സ്റ്റീം ഒക്കെ ഒന്ന് പോട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കിഴങ്ങുകളും അതുപോലെ തന്നെ ഏത്തയ്ക്ക ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഈ കിഴങ്ങുകളൊക്കെ നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേന്ത്രക്കായ് ഞാൻ തൊലി കളഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളയാം കേട്ടോ. ഇവിടെ എന്റെ വീട്ടിൽ സാധാരണ തൊലി കളയാറില്ല അതിന്റെ. അപ്പോൾ ഞാൻ ഒരു നേന്ത്രക്കായ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഞാൻ ഇനിയിപ്പോ ഇതിന്റെ കൂടെ ഒരു 4 പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കാൻ പോണത്. വലിയ പച്ചമുളകാണ്, 4 പച്ചമുളക് എടുക്കണേ. നിങ്ങൾ നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക കേട്ടോ. ജസ്റ്റ് ഈ 2 മുറിച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ അരച്ചെടുത്തോണ്ട് വരാം, എന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ മിക്സിയിലേക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അരച്ചെടുത്തോണ്ട് വരാം. ഇപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരച്ചെടുക്കുന്ന സെൻസ് മഷി പോലെ അല്ല അരച്ചെടുക്കേണ്ടത്, ജസ്റ്റ് നന്നായിട്ട് ചതച്ചെടുക്കുക പറയില്ലേ, ആ ഒരു ലെവലില്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 1/4 ഭാഗം അരച്ചെടുക്കുക, അങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 2 കറിവേപ്പില അല്ലെങ്കിൽ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കും. അപ്പൊ നല്ല മണമായിരിക്കും പുഴുക്കുണ്ടാക്കുമ്പോൾ. സാധാരണ അമ്മമ്മയൊക്കെ ചെയ്യണ കണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 2 കൊത്ത് കറിവേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാറുണ്ട്. അപ്പൊ ഞാൻ അതുപോലെ ചതക്കല്ല ചെയ്യണേ, ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് മിക്സിയിൽ തന്നെ ഇട്ടൊന്ന് കറക്കിയെടുക്കാൻ പോവാണ്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ വൻപയർ വേവിക്കാൻ വെച്ചത് ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, നന്നായി വെന്തിട്ടുണ്ട്. സോ ഈ ഒരു പരുവത്തിൽ ശരിക്കും വേവണമാണ് നല്ലത് കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അതായത് ഇത് ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല, അതില് കുറച്ച് പറ്റി പിടിച്ചോണ്ടിരിക്കുക. എന്നാ ഉപ്പേരി പോലെ ആവാനും പാടില്ല അത്. ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട്. എനിക്ക് കുക്കർ മാറ്റേണ്ടി വരുന്ന ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടു, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ അടയ്ക്കാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. അപ്പൊ അടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലോ 3 വിസിലോ വരുന്ന രീതിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കിത് ഞാനൊന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പൊ ഇതിന്റെ സ്റ്റീമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ ഒരു വലിയ പാത്രത്തേക്ക് മാറ്റാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം.
നമ്മൾ ഇതിലേക്ക് തേങ്ങ അരച്ചതും കൂടെ ഒഴിക്കും. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് പുഴുക്കായിട്ട് വരിക. ഇതിൽ ഉപ്പ് മതിയോ ഞാൻ നോക്കട്ടെ. ഇതിൽ ഉപ്പ് പോരാ, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഏകദേശം ഇത്തിരി ഉപ്പ് വേണ്ടി വരും കേട്ടോ. ഞാനൊന്ന് ഗ്യാസ് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോ ഞാൻ നല്ല കട്ടിയായിട്ടാണ് അരച്ചു വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ വെള്ളവും ചേർക്കുന്നില്ല. അതായത് നമ്മളിനി ഇത് മിക്സിയുടെ ജാറ് കഴുകി ഇതിൽ ഒഴിക്കരുത് എന്നർത്ഥം. വെള്ളം ഒരുപാട് കുറവാണെങ്കിൽ മാത്രം ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 കൊത്ത കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പൊ നമുക്കിതിൽ ഇത്രയും വെള്ളം കാണുന്നില്ലേ? ഇതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് സെറ്റ് ആവുമ്പോണ്ടല്ലോ ഈ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും. വറ്റിയ ഇൻ ദ സെൻസ് ഇതൊക്കെ കട്ടയായിട്ടുണ്ടാവും. ഞാൻ കാണിച്ചുതരാം. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇതാണ് ക്ലോസ് ലുക്ക് തിരുവാതിര പുഴുക്കിന്റെ.